ഹായ് നമസ്കാരം. ഞാനിവിടെ വാഴയ്ക്ക് വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് നമ്മുടെ ലൂസിങ് ലോൺ കൂടെ കൊണ്ടുവന്നതാണ് കേട്ടോ. ഞാനിതുപോലെ ഇടയ്ക്ക് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇന്ന് കൊണ്ടുവന്നതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇവർ മെയിനായിട്ട് അവിടെ വന്ന് ഓടി കളിക്കാൻ, എൻ്റെ കൂടെ വന്ന് കളിക്കാനും ഞാനവിടെ വാഴയ്ക്ക് വെള്ളം വിടുമ്പോൾ അതിൽ വന്ന് കളിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അവർ മെയിനായിട്ട് വരുന്നത്. അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. പിന്നെ കുറേ ഓടി കളിക്കും, രണ്ടുപേരുള്ളതുകൊണ്ട്. ഒറ്റയ്ക്കാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊന്നും വരില്ലായിരിക്കാം. നമ്മുടെ രണ്ട് ഡോഗ്സ് ഉള്ളതുകൊണ്ട് നല്ല പോലെ ചാടിയൊക്കെ കളിക്കുന്നതൊക്കെ കാണാം. ഇപ്പോൾ ഇവർ ആദ്യം കുറേ നേരമൊക്കെ കുറച്ച് സൈലൻ്റ് ആയിട്ടൊക്കെ ഇരിക്കും. പിന്നെ അതുപോലെയൊന്നും ആയിരിക്കില്ല. പിന്നെ ഓടിക്കളിയായി ചാടിക്കളിയായി പിന്നെ ഫുള്ള് ചളി. പിന്നെ നമുക്ക് കുളിപ്പിക്കാതെ പോകാൻ പറ്റാത്തൊരവസ്ഥയാവും. പക്ഷെ ഞാനിപ്പോൾ ചൂട് കാലമായതുകൊണ്ട് പിന്നെ അങ്ങനെ ഇത് കഴിഞ്ഞാൽ അങ്ങനെ കുളിപ്പിക്കാറൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വെള്ളം ഒടിച്ച് വിടാറ് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പോൾ മഴക്കാലത്തൊക്കെയാണെങ്കിൽ ഞാനിങ്ങനെ കൊണ്ടുവരില്ല. അപ്പോൾ പിന്നെ വെള്ളം അടിക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ സമയത്ത് മാത്രം അങ്ങനെ ചെയ്യാറ്. ഇപ്പോൾ വേനൽക്കാലം സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഇപ്പോൾ നമ്മൾ ഒരു 2 ദിവസമൊക്കെ തന്നെ ആയിട്ടുള്ളൂ ഇങ്ങനെ തുടങ്ങിയിട്ട്. അപ്പോൾ ഇവർ അവിടെ എൻ്റെ കൂടെ വന്നതുകൊണ്ടാണ് അവിടെ തന്നെ കിടന്ന് കറങ്ങുന്നത് കേട്ടോ. ഒറ്റയ്ക്ക് വന്നാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുണ്ടാവും. ഇപ്പോൾ അല്ലാതെ തന്നെ നല്ലപോലെ ഓടാനൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞ് ഇച്ചിരി ഓടിയിട്ട് വരും, കുറച്ച് വെള്ളം കുടിക്കും. നമ്മളവിടെ ഉള്ളിൽ കൊടുക്കുമ്പോൾ നല്ല വെള്ളം കൊടുക്കും. ഇവിടെ വരുമ്പോൾ അങ്ങനെയൊന്നുമില്ല. ആ ചളിയിൽ വെള്ളമാണെങ്കിലും കുടിക്കും. അവർക്ക് ആ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ പിന്നെ അത് കുടിക്കണ്ടെന്ന് അവരോട് പറയാറുമില്ല. അവരത് കേൾക്കാറുമില്ല, അതാ സത്യം. പിന്നെ എന്തൊക്കെയാ കടിക്കുന്നതെന്ന് നമുക്ക് ഒരു പിടിയും കിട്ടില്ല. അമ്മാതിരിയാണ് അവന്മാർ ചെയ്തത്. ലൂസിയൊക്കെ കണ്ട എന്തൊക്കെയാ കടിച്ചിട്ടുണ്ടെന്ന് കണ്ട. ഇപ്പം മെഴുങ്ങുകയാണോ ഇപ്പോൾ പുറത്തേക്ക് തുപ്പുമെന്നോ ഒന്നും അറിയില്ല. പക്ഷെ ഇതുകൊണ്ട് നമുക്ക് ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ലൂസി അവിടെ എന്തൊക്കെയോ തപ്പുന്നുണ്ട്. അത് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ട്. ആ ചളി വെള്ളം വന്ന് കുടിക്കുന്നുണ്ട്. ഇല്ലടാ ലൂണ. ഇത് പിന്നെ സ്ഥിരമായതുകൊണ്ട് നമ്മൾ കാര്യമാക്കാറില്ല. പിന്നെ ചളിയിലൊക്കെ വീണ്ടും ചാടി മേലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി ഇടാ ലൂണാ. അപ്പം അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ വിടുന്നതുകൊണ്ട് ഗുണങ്ങൾ ഒരുപാടാണ് കേട്ടോ. കാരണം ഇവർ ഈ ഓവർ വെയിറ്റ് ഒക്കെ അങ്ങോട്ട് ഒഴിവായി കിട്ടും. അവരെ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ നല്ല ഹാപ്പി ആയിരിക്കും. കാരണം അവരുടെ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇപ്പോൾ ഇല്ലാതെ നമ്മളെന്നും കൂട്ടിലിടുക അല്ലെങ്കിൽ ചങ്ങലക്കിടുക എന്ന് പറയുമ്പോൾ അവർക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു പരിപാടിയാണ്. ഇപ്പോൾ കുറേ ചളിയായാലും നമുക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല, കുളിപ്പിച്ചാൽ തീരാവുന്നതല്ലോ. പിന്നെ ഇതുകൊണ്ട് ഇപ്പോൾ അലർജിയും സ്കിൻ ഇൻഫെക്ഷൻസും മറ്റൊന്നും ഉണ്ടാവുമൊന്നുമില്ല. അതുകൊണ്ട് ആ സീനൊന്നും നമുക്കില്ല. പിന്നെന്താണ്, നാളെ ഒരു ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഒന്ന് കുളിപ്പിക്കും, നന്നായിട്ട് കഴുകേണ്ടിയിരുന്നു മാത്രം. നമ്മൾ വീടിനകത്തിട്ട് വളർത്തിയ ഡോഗ്സിനെ പോലെ ആയിരിക്കില്ല പുറത്തിടുമ്പോൾ. കുറേ ചളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും മാസം. അതേപോലെ മറ്റുള്ള നായ്ക്കളൊക്കെ ഈ ഏരിയയിലൊക്കെ വന്നിട്ട് പോകുന്നതുകൊണ്ട് ടിക്സൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം, വേറെ പ്രശ്നമൊന്നുമില്ല. അവർ ഫുള്ള് ചളി കിടന്ന് ഉരുളാണ് കേട്ടോ. എന്താ പറയുക, ആറാട്ടുകയാണെന്ന് പറയില്ലേ, ആ അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ ഇതുപോലെയൊക്കെ വളർത്താൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ വളർത്താം, അടിപൊളിയായിട്ടുണ്ടാവും. നമുക്കും കണ്ടിരിക്കാനൊരു നല്ല രസം ഉണ്ടാവും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ, ചാടി കളിക്കുന്നുണ്ട. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഒരു നായപ്രേമിയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി വീണ്ടും ഇതുപോലുള്ള വീഡിയോ കാണാൻ വേണ്ടി പിന്തുടരുക. ബൈ.